പീതാംബരങ്കരവിരാജിതശങ്കരക്രകൗമോദഗീതരതിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസംവാദാലയേശമനിശം കൃതിഭാവയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതാമൃത പരമ്പരയിൽ ഏകാദശ സ്കന്ധം ആരംഭിക്കുകയാണ് നമ്മൾ ചെയ്തത്. മുക്തി എന്ന വിഷയമാണ് ആ 31 അധ്യായം ഏകാദശത്തിൽ പ്രതിപാദിക്കുന്നത്. അത് പറഞ്ഞു, ജീവൻ്റെ വിഷയത്തിലേക്കുള്ള പ്രയാണം തടയപ്പെട്ടാൽ ജീവൻ്റെ മുക്താവസ്ഥ നമുക്ക് അനുഭവിക്കാറാവും. പക്ഷേ തടയപ്പെടാൻ ഒരു കാര്യം കൂടി, കുറച്ചും കൂടി വേണം. എന്താണ്? സത്സംഗം ഉണ്ടാവുക, അനുഭവമുള്ളതായ മഹാന്മാരിൽ നിന്ന് ആത്മതത്വം കേൾക്കുക എന്നത് വിഷയത്തിലേക്ക് മനസ്സ് തടയപ്പെട്ടാലും അതിന് ശേഷവും വേണം. സത്സംഗം ഒരു സമയത്ത് അവസാനിക്കണില്ല എന്നാണ്. അതിന് അവസാനമില്ല, അവസാനം വരെ വേണ്ടൊരു കാര്യം. അത് ബ്രഹ്മജ്ഞാനികളും കൂടി സത്സംഗം ചെയ്തിരുന്നു എന്നാണ്. ഇത് സാധാരണക്കാർക്ക് വേണ്ടൊരു കാര്യം മാത്രമല്ല. സനകാദികൾ സത്സംഗത്തിൽ ഏർപ്പെട്ടിരുന്നു. ഒരാൾ പറയും, 3 ആൾ കേൾക്കും. പിന്നെ ഈ പറയണ ആൾ അങ്ങോട്ട് ഇരുന്നിട്ട് ശ്രോതാവും, മറ്റേ ആൾ ഒരാളായിരുന്നു ഇങ്ങോട്ട് കയറിയിരിക്കുക. ഇതത്രയും ഇവരുടെ പരിപാടി. അപ്പോൾ അവർക്കും വേണം, അവരങ്ങേറ്റത്തെ എത്തിയ അവതാരാംശങ്ങളാണ്. ഈ സത്സംഗം ശരീരം എടുത്തു കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിലും നമുക്ക് വേണ്ടാത്ത കാര്യമായി മാറുന്നില്ല. അപ്പം അങ്ങനെ നാരദ മഹർഷി വന്നു എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ച ധർമാൻ ഭാഗവതാൻ ഭ്രൂത. ഭാഗവത ധർമ്മത്തെക്കുറിച്ച് മഹർഷി കേട്ടാൽ കൊള്ളാമെന്ന് വസുദേവർ ചോദിക്കുകയും ചെയ്തു. ആത്യന്തികമായിട്ടുള്ള ശ്രേയസ് പൃച്ഛാസേ ഭാഗവതാൻ ധർമാൻ ത്വം വിശ്വഭാവനാൻ ശുതോനു പഠിതവും ധ്യാത ആദതോ അനുമോദിത സദ്യ പുനാദിത ധർമ്മോ ദേവ വിശ്വദ്രുഹോഭി. എത്ര പാപം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഭാഗവത ധർമ്മങ്ങളൊക്കെ പഠിക്കുക, അനുഷ്ഠിക്കുക, അത് ചെയ്താൽ എല്ലാ പാപങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാമെന്ന് പറയും. ഇപ്പം നാരദൻ ഭാഗവത ധർമ്മം പറഞ്ഞു കൊടുക്കുകയാണ്. അത്രാപ്യുദാഹരം ധീമം ഇതിഹാസം പുരാതനം ആർഷഭാണാഞ്ച സംവാദം വിദേഹസ്യ മഹാത്മന. മഹാത്മാവായിരിക്കുന്ന വിദേഹ രാജാവ് ആയ നിമി ഈ ഭാഗവത ധർമ്മത്തെക്കുറിച്ച് പണ്ട് ചോദിച്ചു. നവയോഗികളോടാണ് ചോദ്യം ചെയ്തത്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ നവയോഗികൾ ഭാഗവത ധർമ്മത്തെക്കുറിച്ച് നിമിരാജാവിനോട് പറഞ്ഞു കൊടുത്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. 9 യോഗീശ്വരന്മാരാണ് ഋഷഭദേവൻ്റെ മക്കളായ നവയോഗികൾ. 9 ആൾക്കാരാണ്. അവരാരൊക്കെയാ? കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദുമിളൻ, ചമസൻ, കരഭാചനൻ. നമുക്കറിയണം, ഈ നവയോഗികളാണ് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കാരണം നവാമുകുന്ദൻ എന്ന് പറയാൻ കാരണം, നവ എന്ന് 9 യോഗികളാൽ പ്രതിഷ്ഠിക്കപ്പെട്ടത്. 9 എന്നല്ലെങ്കിൽ പേരില്ലല്ലോ. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാചനൻ. ഈ 9 പേര് ഭാഗവത ധർമ്മത്തിൻ്റെ 9 വശം നിമി മഹാരാജാവിന് പറഞ്ഞു കൊടുത്തു. അത് നമുക്ക് കേൾക്കാം, ഞാൻ പറയാം എന്ന് നാരദ മഹർഷി പറഞ്ഞു. പണ്ട് പറഞ്ഞു കൊടുത്തതിനെ പുനരാഖ്യാനം ചെയ്യാണ്. എങ്ങനെയാണ് ഇത്രയും നവയോഗികളെന്ന് പറഞ്ഞാൽ അവ്യാഹതേഷ്ടഗതയ. അവർക്ക് ഇഷ്ടം പോലെ എവിടേക്ക് വേണമെങ്കിലും സഞ്ചരിക്കാം. ഭുവനാനി കാമം. ലോകത്തിന് ഇതത്തെ ചെയ്യാൻ ഇപ്പോൾ വൈകുണ്ഠത്തിലേക്ക് പോകണമെന്ന് തോന്നിയാൽ അവിടെ എത്താൻ പറ്റും. സിദ്ധിയുണ്ട്. എയറോപ്ലെയിനോ മറ്റു വാഹനമോ ഒന്നും ആവശ്യമില്ല. കണ്ണാടച്ച അതായത് തന്മാത്രയെ സൂക്ഷ്മ തന്മാത്രയിലാണ് ലയിപ്പിച്ചാൽ ശരീരം അങ്ങോട്ട് പൊങ്ങി അവിടെ എത്തണം. അങ്ങനത്തെ സിദ്ധന്മാരാ, ചില്ലറക്കാരല്ല അർത്ഥം. അവ്യാഹതേഷ്ടഗതികൾ എന്നാണ് അവരെ പറയുക. എപ്പോഴേക്ക് വേണമെങ്കിലും എത്തിച്ചേരാം, വാഹനം ഒന്നും വേണ്ട. അവ്യാഹതേഷ്ടഗതികളായിട്ടുള്ള ഇവർ എന്ത് ചെയ്തു? ഏകദാ നിമേ സത്രം ഉപജഗ്മുറിയദൃച്ഛയ. നിമി മഹാരാജാവിൻ്റെ ആ ഇതിലെ യാഗശാലയിൽ എതിർച്ചയാ എത്തിച്ചേർന്നു.
അങ്ങനത്തെ സ്ഥലത്തൊക്കെ അവർ എത്തുള്ളൂ. യാഗം നടക്കണ ദിക്കാവുക, നല്ല സ്ഥലമാവുക. ഇവരിങ്ങനെ കണ്ടു രാജാവ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവർ അപാര തേജസ്വികളാണ്. കാരണം ഈ തേജസ്സുള്ളവരെ, തപസ്സുള്ളവരെ, അറിവുള്ളവരെ, സിദ്ധിയുള്ളവരെ ഇവരെയൊക്കെ കണ്ടാൽ ചുറ്റും ഒരു പ്രകാശവലയം ഉണ്ടാവും എന്നാണ്. നമുക്കുണ്ട്, പക്ഷെ നമ്മുടെ കാണപ്പെടുന്ന രീതിയിലില്ല. മരിച്ചാൽ അതുണ്ടാവില്ല. കാരണം ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ഓറ എന്ന് പറയുന്ന ഒരു പ്രകാശവലയം ഓരോ വ്യക്തിയുടെ ചുറ്റും ഉണ്ട് എന്നാണ്. അപ്പം അതാണ് എറുമ്പുകളായാലും വലിയ ജീവികളായാലും മരിക്കാത്ത ആളെ തിരിച്ചറിയണതിനൊരു ഘടകം അതാണ്. അത് മാത്രമല്ല, അല്ലാതെ അവർക്ക് അറിയാം, പക്ഷെ ഇത് ഈ പ്രകാശം അവർക്ക് അറിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. മരിച്ച ആളും മരിക്കാത്ത ആളും നമ്മൾ വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ഓറ മരിച്ചവർക്ക് ഉണ്ടാവില്ല. പ്രകാശവലയം അത് കൊണ്ട് വളരെ തേജസ് കൊണ്ട് പ്രകാശവലയം പരത്തിക്കൊണ്ടാണ് ഇവർ വരുന്നത്. അപ്പം രാജാവ് വിചാരിച്ചു ഇവരെ കണ്ട ഈ സന്ദർഭം വെറുതെ കളയാൻ പറ്റില്ല. രാജാവ് പറയണ വിദേഹ ഉവാച മന്യേ ഭഗവതത്താത് പർഷദാൻവോ മധുത്തിഷ വിഷ്ണോർ ഭൂതാനി ലോകാനാം പാവനായ ചരന്തിഹി. സാക്ഷാൽ മധുത്തിഷ പാർഷദാൻ, ഭഗവാന്റെ പാർഷദന്മാരാണ് നിങ്ങൾ എന്ന് ഞാൻ അറിയുന്നു. നിങ്ങളുടെയൊക്കെ ഉദ്ദേശം തന്നെ എന്താ അറിയോ? ലോകാനാം പാവനായ ചരന്തി, ലോകത്തെ മുഴുവനെ ശുദ്ധീകരിക്കാനാണ് നിങ്ങൾ നടക്കണം. എവിടെ നിങ്ങൾ പോയോ അവിടെയൊക്കെ ശുദ്ധീകരിക്കപ്പെടും. നല്ല കാര്യങ്ങളല്ലാതെ നിങ്ങൾക്ക് പറയാനില്ല. ബ്രഹ്മത്തെക്കുറിച്ചോ ഈശ്വരനെക്കുറിച്ചോ അല്ലാതെ നിങ്ങൾക്ക് പറയാനില്ല. ലൗകികങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് വരില്ല. അതൊന്നും നിങ്ങൾക്ക് അറിയും വേണ്ട, മറ്റൊരാളോട് പറയാനും നിങ്ങൾ പുറപ്പെടില്ല. അതുകൊണ്ട് ഈശ്വര കാര്യങ്ങളെ പറ്റി സംസാരിച്ച് സദാ ആ മായയിൽ നിന്ന് അങ്ങനെ കയറുന്ന അവസ്ഥ, മായയിൽ മുങ്ങാത്ത, മറ്റുള്ളവരെയും മായയിൽ നിന്ന് കയറ്റുന്ന സംഭാഷണങ്ങളാണ് നിങ്ങൾ ചെയ്യാറ്. ദുർലഭോ മാനുഷോ ദേഹോ ദേഹിനാം ക്ഷണഭംഗുര തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠപ്രിയദർശനം. ഈ മനുഷ്യജന്മം നമ്മുടെ സാമർഥ്യം കൊണ്ട് കിട്ടിയതൊന്നുമല്ല. ഇപ്പം നമ്മൾ പേര് വയ്ക്കും, ബോർഡ് വയ്ക്കും, ഡിഗ്രി വയ്ക്കും, അല്ലേ, അത് വയ്ക്കും, ഇത് വയ്ക്കും, എന്തൊക്കെ. പക്ഷേ നമ്മുടെ കഴിവുകൊണ്ട് കിട്ടിയതാണോ? ഭാഗ്യം കൊണ്ട് അമ്മയുടെ ഉദരത്തിലൊരു മനുഷ്യമായിട്ട് നമ്മൾ ജനിച്ചു എന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ കഴിവുകൊണ്ടല്ല, ഭാഗ്യം. ദുർലഭോ മാനുഷോ ദേഹോ, എത്ര ജീവികളുണ്ട് ഈശ്വരനെ ഭജിക്കാൻ കഴിയാത്തവർ, സംസാരിക്കാൻ കഴിയാത്തവർ, സ്മെല്ല് മാത്രം മനസ്സിലാക്കണ ശ്വാക്കൾ. അവർ ബുദ്ധിയുണ്ട് അല്ലേ, ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മനുഷ്യനോട് സംസാരിക്കും അവർ. പക്ഷേ വാക്ക് അവർക്ക് വരുമോ? പാവം ഉണ്ടാപ്രാണികൾ. നല്ല ഭാഷയോ സംസ്കൃതമോ അർത്ഥഗർഭങ്ങളായിട്ടുള്ള ചേർച്ചയുള്ള വാക്കുകളോ സംസാരിക്കാനോ നാമം ചെല്ലാനോ പറ്റുമോ? അവർക്ക് പറ്റില്ല. അപ്പം അങ്ങനെ അതിന് കഴിയാത്ത എത്ര ജീവജാലങ്ങളും പക്ഷികളും ഉണ്ട് ഇവിടെ, ഇഷ്ടംപോലെ ഉണ്ട്. നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ കാണാം. നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് അതൊന്നുമായിട്ട് നമ്മൾ ജനിക്കാണ്ടത്. നല്ല വാക്കുകൾ ഇങ്ങനെ പറയാൻ സാധിക്കുക, അത് കേട്ടിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക, അനുഷ്ഠിക്കാൻ സാധിക്കുക. അതുകൊണ്ട് ദുർലഭോ മാനുഷോ ജന്മോ ദേഹിനാം ക്ഷണഭംഗുര. ഭാഗ്യല്ലേ സത്യത്തിൽ ഈ ശരീരത്തിൽ നിന്ന് എന്നേക്കും ആയിട്ട് മോചനം കിട്ടുന്ന ഉയർച്ചയിലേക്ക് ഉയരാൻ, അങ്ങനെ ഭാവത്തിലേക്ക് ഉയരാൻ വൈകുണ്ഠപ്രിയദർശനം, സജ്ജനസംഘം ആവശ്യമാണ്. അതും ധാരാളം ലഭിക്കുന്നതല്ല. തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠപ്രിയദർശനം. കൃഷ്ണഭക്തന്മാരും ഈശ്വരഭക്തന്മാരും വിഷ്ണുഭക്തന്മാരെ കണ്ടു കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ആർക്കും ആ ഭക്തിയൊന്നും ഉണ്ടാവില്ല, കലിയുഗത്തിൽ വിശേഷിച്ചുണ്ടാവില്ല. എന്തപ്പം അതുകൊണ്ടൊക്കെ കാര്യം? എന്താ കാരണം? ഈ കൃഷ്ണഭക്തി വിഷ്ണുഭക്തി എന്ന് പറയുന്നതിൻ്റെ അത് വൈകുണ്ഠപ്രിയദർശനം ഒരു പ്രത്യേകത. അത് വളരെ പ്രത്യേക. ലൗകികമായിട്ടുള്ള കാഴ്ചപ്പാടോ ലൗകികത്തിനോടുള്ള ആസക്തിയോ അവർക്കുണ്ടാവില്ല. അങ്ങനത്തെ ഒരു അധികം ഉണ്ടാവുമോ? ഒക്കെ ഭ്രമമുള്ളവരാ. സ്വർണ്ണ ചെയിൻ കിട്ടി ആരെ കഴുത്തിലിട്ട് നടക്കാത്തവർ. ആചാര്യന്മാർ തന്നെ ഭാഗവതത്തിൻ്റെ മുമ്പിൽ സ്വർണ്ണ ചെയിൻ ഇട്ടിട്ട് മിന്നിത്തിളങ്ങുന്ന ഷോളുകൾ. ഒരാളെന്നോട് പറഞ്ഞു, ഞാൻ ഈ നെയ്യണ ആളോട് പറഞ്ഞു, ഇതുവരെ ആരും കാണാത്ത ഒരു മുണ്ട് എനിക്ക് വേണം, എത്ര വിലയച്ചാൽ തരാം. 2000 ഉറുപ്പ്യക്ക് ഒരു മുണ്ടുണ്ടാക്കി കൊടുത്തു അയാൾ. വണ്ടിയിലിരുന്ന് പറയണ്ട, 2000 ഉറുപ്പ്യയിൽ അതിലപ്പുറമുള്ള മുണ്ടും ഉണ്ടാവും. വേണച്ചാലേ 300 ഉറുപ്പ്യക്ക് മുണ്ട് കിട്ടും, 2000 ഉറുപ്പ്യക്കും കിട്ടിട്ട് 3000 ഉറുപ്പ്യക്ക് എന്ത് ചെയ്യും? നഗ്നത മറയ്ക്കാൻ, ഈ കേട് വരുന്ന ശരീരത്തിനെ മറയ്ക്കാൻ 2000 ഉറുപ്പ്യയുടെ മുണ്ട്. ഇതുവരെ ഇല്ലാത്ത കര വേണം.
ഈശ്വരകാര്യത്ത് ചെയ്യുന്ന ഒരാളാണ് പറയുമ്പോൾ. ഈ എന്തെങ്കിലും ഉടുക്കണം, വൃത്തി ഉണ്ടാവണം എന്നല്ലാണ്ട് ഇതിനെന്തിനാ ഈ സ്പെസിഫിക്കേഷൻ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത്തരക്കാരാണ് അധികം ഉണ്ടാവുക. ഭക്തന്മാരടക്കം അങ്ങനെ ആയി കഴിഞ്ഞാൽ ലോകത്തിൻ്റെ സ്ഥിതി എന്താ? അപ്പോൾ വൈകുണ്ഠപ്രിയന്മാരായിട്ടുള്ളവരെ എങ്ങനെ തിരിച്ചറിയാം? ഒന്നാമത് അവർക്ക് ആഡംബരത്തിൽ താല്പര്യം ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, സ്വർണ്ണ വിശിഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും അവർക്ക് വേണ്ട. അതുകൊണ്ട് ഭക്തന്മാരെ കാണാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങൾ വിഷ്ണുഭക്തന്മാരായതുകൊണ്ട് നിങ്ങളെ കണ്ട സമയം ഞാൻ വെറുതെ പാഴാക്കുന്നില്ല. എന്നിട്ട് എന്ത് പറഞ്ഞു തരണം? ധർമാൻ ഭാഗവതാൻ ബ്രൂത യതിനശ്രുതയേ ക്ഷമം ഏ പ്രസന്ന പ്രപന്നായ തസ്യത്യാത്മാനമപ്യജാം. ഭാഗവത ധർമ്മം തന്നെ ആയിക്കോട്ടെ. എങ്ങനെയായാൽ നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ കഴിയും? എങ്ങനെയായാൽ ഭഗവത് പ്രസാദം നേടാൻ കഴിയും? ഈശ്വരോപാസനയിൽ കൂടെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് എങ്ങനെ എത്താൻ കഴിയും? ധർമാൻ ഭാഗവതാൻ ബ്രൂത, ഭാഗവത ധർമ്മങ്ങളെ ദയവായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ, സത്രശാലയാണ്, അവർക്കൊക്കെ കേൾക്കത്തക്ക വിധം എന്നാണ്. ഇപ്പം കവി, അരി, അന്തരീക്ഷം, പ്രബുദ്ധൻ, പിപ്പലായനൻ മുതലായ 9 ആൾ 9 വശം പറഞ്ഞു കൊടുക്കണം. ആദ്യം കവി പറഞ്ഞു, കവിയുടെ വാക്യങ്ങൾ ആദ്യം. കവിരുവാച എന്ന് പറഞ്ഞിട്ടാണ്. മന്യേ അകുതച്ചിൽ ഭയം അച്യുതത്യപാദംബുജോപാസനമത്ര നിത്യം ഉദ്വിഗ്ന ബുദ്ധേരസദാത്മഭാവാൻ വിശ്വാത്മനാം എത്ര നിവർത്തതേപി. കേൾക്കുമ്പോൾ തന്നെ സുഖമുള്ള വാക്യങ്ങളാണ് ഭാഗവത ധർമ്മം. അത് പ്രധാനപ്പെട്ടൊരു സംഭവമാണ് ഭാഗവതത്തിൽ. പിന്നെ പറഞ്ഞു കവിയാണ് ഭാഗവത ധർമ്മത്തെക്കുറിച്ച് പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് ആദ്യം പറയണത്. കവി എന്ന നവയോഗി പറഞ്ഞു, രാജൻ, ഈ ലോകത്തിൽ വന്നു പെട്ടാൽ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് എന്താ അറിയോ? നിർഭയത്വം. ഇതിപ്പോൾ എല്ലാവർക്കും ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിലുണ്ട്. നിർഭയത്വം എല്ലാവർക്കും ഉണ്ടോ? ഇല്ല. ഭയം എല്ലാവർക്കും ഉണ്ട്. ഇരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ വയ്യായ കറണ്ട് പോവോ? കറണ്ടിനെ ആശ്രയിച്ച് നിൽക്കുന്നവർക്ക് എപ്പോഴും പേടി കറണ്ട് പോവോ? ഈ വായിക്കുന്ന സപ്താഹാചാര്യന്മാർക്കൊരു പേടിയുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും അറിയുമെന്ന് വെച്ചാൽ എനിക്കെന്താ പേടി അറിയോ? പേല വരുമോ? വായന നിശ്ചയിച്ച് എപ്പോഴെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ബന്ധപ്പെട്ടവർ മരിച്ച ഈശ്വര അത് മുടങ്ങുമോ? പിന്നെ പേടിത കാര്യം പറയാല്ലേ, വയ്യാണ്ടാവോ? ആളുകളുണ്ടെങ്കിൽ രസമുണ്ട്, ആളില്ലെങ്കിൽ ഇപ്പം എന്തിപ്പോൾ ഇതിൽ പോയി പൊടിയും ചെയ്തു. ഈശ്വര ഇനിയിപ്പോൾ ഇത് അവസാനിപ്പിക്കണം. ഈശ്വര ആൾ കുറച്ചുണ്ടാവണേ, അതൊരു ഭയമാണ്. യജ്ഞം എന്ന് പറഞ്ഞാൽ അങ്ങനെ പല സംഗതികളുണ്ട്. ആളില്ലെങ്കിൽ എന്ത് വായനാന്ന്, അതും പേടിയല്ലേ. നേരത്തെ ഇരുട്ടത്ത് വഴുകി വരണവർക്ക് ശ്വാക്കളെ പേടിയുണ്ടാവും, പാമ്പുകളെ പേടിയുണ്ടാവും. ഇങ്ങനെ വിവിധ ഭയങ്ങളാൽ നമ്മുടെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. രോഗം വരുമോ? മിക്കവാറും എല്ലാവർക്കും പേടിയാണ്. വരുന്ന രോഗങ്ങൾ ഉണ്ടാവരുത് ഈശ്വര. രോഗങ്ങൾ വന്നാൽ പെട്ടില്ലേ? ശരീരം നമ്മുടെ സ്വാധീനത്തിലല്ലെങ്കിൽ എത്ര ധനം ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ഭക്ഷണം ഉണ്ടാ കഴിക്കണച്ച ഒരാൾ എടുത്ത് തരണം, സ്വന്തം എടുക്കാൻ കൈ വിറയ്ക്കണ സൂക്കടുണ്ട്, എടുത്തു കൊടുക്കണം, വല്ല കാര്യമുണ്ടോ? അപ്പോൾ അത് ഭയമാണ്. ഷുഗറുള്ളവർക്ക് ഷുഗർ കൂടിയിട്ടുണ്ടാവുമോ? ആ പേടി ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഉള്ള സംഗതിയാണ് ഈ ഭയം. ഇവിടെ പറയണം, ആ ഭയം ഇല്ലാണ്ടിരിക്കാൻ മന്യേ അകുതച്ചിത് ഭയം അച്യുതസ്യ പാദാംബുജോപാസനം. ഈ ഭയം ഇല്ലാണ്ടിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഭഗവത് പാദപത്മത്തെ ഭജിക്കുക. രോഗമില്ലാത്തവർക്ക് രോഗം വരാതിരിക്കാനും രോഗമുള്ളവർക്ക് അത് മാറാനും മാറിയില്ലെങ്കിൽ അത് സഹിക്കാനും ഒക്കെ ഉണ്ട്. ഒരു രക്ഷയില്ല, മാറില്ല എന്ന് വയ്ക്കുക. പിന്നെ എന്തേ പറ്റൂ? സഹിച്ച് പോകാനുള്ള സാഹചര്യങ്ങളിൽ തൃപ്തിപ്പെടുക. അതിനൊരു ഇത് വേണം, ഒരു സാഹചര്യം വേണം. അത് ഭഗവാനാണ് മനസ്സിന് സഹിക്കാനുള്ള ശക്തി തരുന്നത്. മാറുകയാണെന്ന് വെച്ചാൽ മാറും, അല്ലെങ്കിൽ വരാണ്ടിരിക്കുക തന്നെ ചെയ്യും. പൂക്കളില്ലാത്ത ഒരാൾക്ക് രോഗം വരാതിരിക്കാൻ പറ്റുന്ന പറയണം. യോഗയൊക്കെ ശീലിച്ച അഥവാ മാറാത്ത തൂക്കടാണെങ്കിലോ അത് സഹിച്ച് പോവാനും പിന്നെ അത്രയല്ലേ പറ്റൂ. അതിന് മാക്സിമം സൗകര്യങ്ങളുണ്ടാവുക. എന്തായാലും ഇതുകൊണ്ട് ഗുണമുണ്ട്. നമ്മുടെ തലം എവിടെയാണോ നിൽക്കണം അതിനനുസരിച്ചാണ് ഗുണം ഉണ്ടാവുക. പട്ടേരിപ്പാടിന് രോഗം മാറി. രോഗം മാറുമോ? മാറും. എല്ലാവർക്കും മാറുമോ? വേണമെന്നില്ല. പക്ഷേ സഹിച്ചു പോവുക. അപ്പോൾ നിക്കക്കള്ളി ഉണ്ടാവുക, അങ്ങനെയുണ്ടല്ലോ. ഇങ്ങനെ എല്ലാം കൊണ്ടും ഒരാൾക്ക് മനസ്സിൻ്റെ ഭയം എന്ന് പറഞ്ഞാൽ പേടി എന്നല്ല, പരിഭ്രമം, ആകുലത,
ചിന്താകുലമായിട്ടുള്ള അവസ്ഥ, ഉത്കണ്ഠ, ഇതിനൊക്കെ പറയുന്ന പേരാണ് പൊതുവെ ഭയം. ഭയം, പേടി. അത് മാത്രമല്ല, ശ്വാക്കൾ കുറച്ച് വരുന്നു, പാമ്പുകൾ വനെ വീണ പേടി എന്നതല്ല ഇവിടെ ഭയം എന്ന് ഉദ്ദേശിക്കണം. സംസാര ദുഃഖം എന്ന് പൊതുവേ പറയുന്നൊരു ടേമാണ് ഭയം. വലിയൊരു ടേമാണ് ഭയം. നമ്മൾ വിചാരിക്കണം പേടി എന്ന് മാത്രമല്ല, ഉത്കണ്ഠ ആവാം. ജീവിതത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ ഭയത്തിലാണ് പെടുത്തുക. ഭയോത്കണ്ഠകൾ, ഉത്കണ്ഠം, ഇതൊക്കെ മനസ്സിൻ്റെ ആകുലത, പൊതുവേ അസ്വസ്ഥത എന്ന് പറയാം. ഇതൊക്കെ ഭയമാണ്. അപ്പം ആ ഭയം ഇല്ലാണ്ടാക്കാൻ ഏറ്റവും നല്ല മാർഗം അച്യുതസ്യ പാദാംബുജോപാസനം. നല്ലൊരു മാർഗമുണ്ട്. ചിലവോ അധ്വാനമൊന്നുമില്ല. ഭഗവത് പാദപത്മത്തെ മുറുക്കിയാണ് പിടിക്കുക. വെറുതെ പിടിച്ചപ്പോൾ മുറുക്ക പിടിക്കണം. എന്ത് വന്നാലും ഇതിൽ നിന്ന് വിടില്ല എന്നുള്ള ഭാവേന അതിനെ നമ്മൾ ഫലാഫലങ്ങളോ നേട്ടകോട്ടങ്ങളോ ചിന്തിക്കാതെ മുറുകെ പിടിക്കണം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ മർക്കട ന്യായം, മാർജാര ന്യായം, ഈ രണ്ടെണ്ണം ഉണ്ടെന്നാണ്. പൂച്ച തൻ്റെ കുട്ടികളെ ഒരിക്കലും വിടില്ല. ആ കുട്ടി വിടാൻ വിചാരിച്ചാൽ കുട്ടിക്കൊന്നും നോക്കണ്ട, പൂച്ച നോക്കിക്കോളും. മർക്കടന്മാരങ്ങനെയില്ല എന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടും. ഈ പിടിച്ചു നിൽക്കണ മർക്കട ശിശുവിൻ്റെ ബാധ്യത എത്രയും പിടിച്ചു നിൽക്കണത്. അമ്മയോ അച്ഛനോ ആയ വാനരൻ ശ്രദ്ധിക്കില്ല അവൻ വീഴണത് എന്നാണ്. അപ്പം നമ്മൾ അങ്ങനെ വേണം എന്നാണ് പറയണത്. ഓരോ ചിരിച്ചഭിപ്രായമുള്ളവരുണ്ടാവാം കേട്ടോ. എനിക്ക് ഇങ്ങനെയാണ് ശരി തോന്നണത്. ഒരു കൂട്ടർ ഇങ്ങനെയാണ് പറയണത്. നമ്മൾ പിടിക്കുക തന്നെ വേണത്. ഭഗവാൻ ഇപ്പം നമ്മൾ ഭജിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഉണ്ടോ? നമ്മുടെ ആവശ്യമായിട്ട് നമ്മൾ പിടിക്കണം. ഭഗവാൻ കുടകയടക്കം ചെയ്ത് കളയും. പിന്നെ ഇതിൽ നിഷ്ഠയുണ്ടോ എന്നറിയാൻ. അതുകൊണ്ട് പിടിച്ച് നിൽക്കുക. ഏതോ ഒരു ഭക്തനെ പറ്റി, അമ്മയ്ക്ക് അനവധി ഭക്തന്മാരുണ്ട്, എനിക്കൊരൊറ്റ അമ്മയുള്ളൂ, ദേവി, എനിക്ക് ദേവി മാത്രമേ ഉള്ളൂ. അവിടുന്ന് ഉപേക്ഷിച്ചാൽ ഞാൻ അനാഥനായി. ഞാനില്ലെങ്കിൽ അമ്മയ്ക്കൊരു കുറവുമില്ല. അമ്മ ദേവി ഇത് മനസ്സിലാക്കിയിട്ട് എന്നെ ഉപേക്ഷിക്കരുതേ. ഉപേക്ഷിച്ചപ്പോൾ ഭഗവാൻ എന്താ കോട്ടം നമുക്ക്. അപ്പം നമ്മൾ പിടിക്കുക തന്നെ വേണം. ഫലം കണ്ടില്ലെങ്കിലും, കുറച്ച് കഷ്ടം വന്നാലും, കുറച്ച് അധികം താമസം ഫലം കിട്ടാൻ വന്നാലും ഒന്നും ഞാൻ വിടില്ല. എൻ്റെ ആശ്രയസ്ഥാനം ഇതൊന്നു മാത്രമാണ്. അതാണ് അച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം. അവിടെ നിത്യം എന്നുള്ളതിന് അജസ്രം എന്നുള്ള അർത്ഥം കൂടി എടുക്കണം. ദിവസവും പോരാ, സദാ ഭഗവത് പാദപത്മത്തിൽ നിന്ന് ഇളകാത്ത അവസ്ഥ. അപ്പം ഭയം ഉണ്ടാവില്ല. ഇതാണ് കവി ആദ്യം പറഞ്ഞു കൊടുത്തത്. ഇനി കഴിഞ്ഞിട്ടില്ല. ഉദ്വിഗ്ന ബുദ്ധേരസദാത്മഭാവാത് വിശ്വാത്മനാം എത്ര നിവർത്തതേ ഭീ. ഈ ലോകത്തിൽ ഇങ്ങനെ കെട്ടുപണഞ്ഞ് കിടക്കണ മനസ്സ്. കുറേ കയറും നൂലും ചരടും കെട്ടാണ്ട് പണഞ്ഞ് അതിനെയൊക്കെ വേറെയൊക്കെയെന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? മണിക്കൂറുകളോളം മെനക്കെടേണ്ടി ഇതിനെ വേറെയൊക്കെ അല്ലേ? അതുപോലെ ഒരവസ്ഥയാണ് ഉദ്വിഗ്ന ബുദ്ധി പ്രപഞ്ചത്തിൽ കെട്ടുപണയുക എന്ന് പറഞ്ഞാൽ. എളുപ്പമൊന്നുമല്ല. പലതിനോടും നമ്മുടെ മനസ്സ് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന്, ആ ഭയത്തിൽ നിന്നെല്ലാം മുക്തമാക്കാൻ ഈ ഉറച്ച ഭക്തി കൊണ്ട് നമുക്ക് സാധിക്കും. ഉറച്ച ഭക്തി ഉണ്ടാവണം. അതാണ്. അങ്ങനെയാവുമ്പോൾ മനസ്സിനെ പ്രപഞ്ചത്തിൽ നിന്ന് വേറെ ആക്കി വേർപെടുത്തി നമുക്ക് ഭഗവത് പാദപത്മത്തിൽ ഉറയ്ക്കാം. ഇല്ലാത്തതിലുണ്ട് എന്ന ചിന്തയും ഉള്ളതിലില്ല എന്ന ചിന്തയാണ് മായ. ഈശ്വരനെ കാണില്ല, അതാണുള്ളത്. പ്രപഞ്ചമില്ലാത്ത അതാണ് ശരിയെന്ന് തെറ്റിദ്ധരിക്കണു. ഉള്ള ഈശ്വരനെ കാണാതെ ഇല്ലാത്ത ഈശ്വരനെ സത്യബുദ്ധി പുലർത്തുന്ന അവസ്ഥ നമുക്കില്ലാണ്ടാവും. എങ്ങനെയായാൽ ഭഗവത് പാദപത്മത്തിൽ ഉറച്ച ഭക്തി ഉണ്ടായാൽ. അങ്ങനത്തെ ഒരാൾക്ക് പിന്നെ യാതൊന്നും ചിന്തിക്കേണ്ട. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ശുദ്ധാവട്ടെ അശുദ്ധാവട്ടെ, ദ്വൈത ഭാവങ്ങളൊന്നും അവന് ബാധകമല്ല. ഭഗവാന്റെ ഉറപ്പിച്ച ഭഗവാൻ അവനെ കൊണ്ട് നടത്തിക്കോളും. അതിനുള്ള മാർഗ്ഗമാണ് പിന്നെ പറയണത്. ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പരസ്മൈ നാരായണായേതി സമർപ്പയേത്. ആ ഭഗവാനിൽ അങ്ങോട്ട് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ഈശ്വര ചിന്തയോട് കൂടിയിട്ട് ഓരോ നിമിഷവും നമ്മൾ വർത്തിക്കണം. അങ്ങനെ ഭഗവത് പാദപത്മം കൊണ്ട്, പത്മചിന്ത കൊണ്ട്, ഭഗവത് ഭക്തി കൊണ്ട്
പ്രപഞ്ചത്തിലത്തെ ചിന്തകളെ ഇല്ലാണ്ടാക്കുക, മനസ്സ് ശുദ്ധാക്കുക, പ്രപഞ്ച ചിന്തകളെ അകറ്റി സദാ ഈശ്വരഭാവത്തിൽ വർത്തിക്കുക എന്ന് ഭാഗവതധർമ്മത്തിൻ്റെ ആദ്യഘട്ടത്തിനെ വർണ്ണിച്ചു. ഇനി അത് സ്റ്റെപ്പായിട്ട് എങ്ങനെ അവിടേക്ക് എത്താമെന്ന് വർണ്ണിക്കുകയാണ്. കവിയുടെ വാക്യം കഴിഞ്ഞിട്ടില്ല. അങ്ങനെ 9 ആളുടെ വാക്യങ്ങളുണ്ട്, കുറച്ചുണ്ടത്. അത് ഭാഗവതധർമ്മം ഭാഗം 1 ആയിട്ടുള്ളൂ. നമുക്കൊരു 4-5 ഭാഗത്ത് കൂടി അത് പറയാൻ പറ്റും. ഏതായാലും ആ കവി എങ്ങനെ സദാ മനസ്സ് ഈശ്വരനിലേക്ക് എത്തിക്കാം, ഈശ്വരമയമാക്കാം എന്ന് പറയുകയാണ് തുടർന്നുള്ള ഭാഗത്ത്. എത്തിക്കണം എന്ന് പറഞ്ഞു വെച്ചു, ഇനി എങ്ങനെ അടുത്ത ഭാഗത്തിൽ. കായേന വാചാ മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.